ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞു, കർക്കിടകം രാമൻ്റെയും രാമായണത്തിൻ്റെ മാസം, ഒപ്പം ദേവിയുടെ മാസവുമാണെന്ന് പറഞ്ഞു. ഇപ്പം പുതിയ ആചാര്യന്മാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഭയങ്കരമായി കളി കളിക്കുകയാണ്. ആചാര്യന്മാരെന്ന് അവകാശപ്പെടുന്ന മുഖമൊക്കെ കാണിച്ചുകൊണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. അതിന് ലക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടാൻ വേണ്ടി കട്ടത്താടിയൊക്കെ ഇങ്ങനെ നരച്ച താടിയൊക്കെ നീട്ടി വെച്ച് ആണ് അവരുടെ. അതിലൊരു ആചാര്യം പറയുന്ന വാക്ക് കേട്ടിട്ട് അതാണ് നിങ്ങളോട് ആദ്യം പറയണമെന്ന് വിചാരിച്ചത്. അതെന്താ, ലളിതാശ്രമം വെളുപ്പാൻ കാലത്ത് ചൊല്ലണം, ഇതാണ് അയാളുടെ ഡിമാൻഡ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അയാൾ കണ്ടു കഴിഞ്ഞാൽ ലുക്ക് ഓക്കെയാണ്, അപ്സ്റ്റെയർ വേക്കൻ്റാണ്. അതാണ് അയാളുടെ പ്രശ്നം, എനിക്ക് തോന്നുന്നു. അപ്പോൾ അയാൾ വലിയ മഹാ ആചാര്യനെ പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണ്, ശാക്തേയം കർമ്മങ്ങളെല്ലാം തന്നെയും രാത്രിയാണ്. അത് ഇനിയിപ്പം ഭഗവതി സേവ എൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് അന്തരിച്ചു പോയ, കൊറോണ കാലത്ത് അകാലത്തിൽ വേറെ പിരിഞ്ഞു പോയ ഒരു ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഡൽഹിയിലടക്കം പല അമ്പലത്തിൻ്റെയും തന്ത്രിയായിരുന്നു അദ്ദേഹം. എൻ്റെ കുടുംബക്ഷേത്രമായ കരിങ്കാളിയുടെയും മുണ്ടിയാമ്പറമ്പിൽ ഭഗവതിയുടെയും ഒക്കെ തന്ത്രി അയാളായിരുന്നു. ഒപ്പം കൊട്ടിയൂരെ സമുദായിയും അദ്ദേഹം തന്നെയായിരുന്നു. അത്രമാത്രം എല്ലാ വിഷയത്തിലും ചെറുപ്പത്തിലെ അറിവ് സമ്പാദിച്ച് തന്ത്രവിദ്യാപീഠത്തിലൊക്കെ പഠിച്ച മനുഷ്യനാണ്. അതിൻ്റെ പൂർണ്ണവിധിപ്രകാരം പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. ഒരു കോൾ ഉണ്ട്, അതിന് ശേഷം അതിലേക്ക് പറയാം. ഹലോ, കണ്ണൂർ പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. സമയം 7:08 AM. എന്താണ് അവിടെ ശബ്ദം? എന്തോ ഒരു ശബ്ദം. ടി വിയുടെ വോളിയം കുറക്കൂ. ഇല്ല, ടിവിന്റെ അടുക്കല്ല ഞാനുള്ളത്. ഓ, ടിവിന്റെ അടുക്കല്ല ഉള്ളത്. എന്നാ എന്തോ കാക്കയോ മറ്റോ കരഞ്ഞതായിരിക്കും. ശരി. അപ്പോൾ നമ്മൾ തൃക്കേട്ട നക്ഷത്രം, ശരി. ഇപ്പം ശുക്രൻ്റെ ദശ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ശുക്രൻ ഏറ്റവും എന്താണ്, വളരെയേറെ ബലവാനായിട്ട് യോഗകാരകനായിട്ടുള്ള ശുക്രനാണ്. പക്ഷേ അത് എന്തോ ഒരു പ്രശ്നം, ഡിസ്റ്റർബൻസ് ആവുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഏഴാം ഭാവത്തിൽ പക്ഷേ സർപ്പം നിൽക്കുന്നു. ഏഴാം ഭാവാധിപനായ ചന്ദ്രന് ബലഹാനിയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വിവാഹ സംബന്ധമായ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവുമെന്നാണ്. മറ്റൊരു ദോഷമുള്ളത് ലഗ്നാധിപന് നീചാവസ്ഥയാണ്.
ആ. ഉം, ഇപ്പം അതും മൊത്തത്തിൽ അവരുടെ ജീവിതത്തിനെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ്. ഉം, ലഗ്നാധിപന് ബലഹാനി വന്നു കഴിഞ്ഞാൽ. ഉം, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയം അനുകൂലമാണെങ്കിൽ കൂടിയും ഈ ജാതകത്തിലുള്ള കുഴപ്പം കൊണ്ടാണ് നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കാത്തതെന്ന് മനസ്സിലാക്കണം. ഉം, ഉം, അതേസമയം ഇവിടെ 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അത് ജോലി സംബന്ധമായ ഉന്നതിയെയും അതിൻ്റെ ഐശ്വര്യത്തെയും കാണിക്കുന്നുണ്ട്. ഉം, ഉം. അത്തരത്തിലുള്ള ഭേദപ്പെട്ട ജോലി തന്നെയാണോ ഇപ്പോഴുള്ളത്? ആ, അതെ, ബാങ്കിലാണ്, കോർപ്പറേറ്റ് ബാങ്കിൽ. ശരി, ഓക്കെ. അവിടെ തന്നെ നല്ല പോസ്റ്റിലായിരിക്കും. ഇനിയും ഉയർച്ച അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഉം, ഉം, ആ വിഷയത്തിൽ ഓക്കെ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ദോഷമുണ്ട്. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ശനിയെയൊക്കെ ബലപ്പെടുത്തണം. ഉം, ഉം. അതങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അനുകൂലമായ എന്തൊക്കെ ബലഹാനിയുള്ള ചന്ദ്രനാണെങ്കിലും ചന്ദ്രൻ്റെ ശുക്രദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് ഇപ്പം നടക്കുന്നത്. ഉം, ഉം, അത് ഈ 12ാം മാസം വരെയാണ് ഉള്ളത്. ഉം, അതിനുള്ളിൽ നടക്കുന്നതാണ് നല്ലത്. ഉം, ഉം. അതുകൊണ്ട് നിങ്ങൾ മകളുമായിട്ട് ആലോചിച്ചിട്ട് ഇതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. ഉം, ഉം. അതങ്ങനെ എന്തെങ്കിലും കാണാതെ ഞാൻ അങ്ങനെ പറയില്ല. ആ, ആ, ആ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നീങ്ങുക. ഉം, ഉം. ഇനി നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ എൻ്റെ ഉള്ളതുപോലെയാണ് പറഞ്ഞത്. ഉം, ഉം. അല്ല, ഇപ്പൊ ഇത് കല്യാണത്തിന്റെ അതില് കാണുന്നത് എങ്ങനെയാന്ന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ 7ാം ഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 7ാം ഭാവത്തിൽ 7ൽ സർപ്പം നിൽക്കുകയും ഉം, 7ാം ഭാവാധിപൻ നീചത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അത് സംബന്ധമായ തടസ്സമുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഒളിച്ചു വെച്ച് പറയുക? അതിന് അപ്പോൾ ആ തടസ്സങ്ങൾ മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഉം, ഉം, ഉം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യൂ. ഓക്കെ, ഉം, ഉം, ഉം. ശരി. ശരി. ഉം. അപ്പം ഞാൻ പറഞ്ഞത് ഈ പിന്നെ ആചാര്യൻ, അപ്പോൾ ഞാനും വെലങ്ങര നാരായണ ഭട്ടതിരിപ്പാട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ വീട്ടിൽ തന്നെ വന്ന് 10-12 കൊല്ലം തുടർച്ചയായിട്ട് ഭഗവതി സേവ ചെയ്തിട്ടുണ്ട്. കർക്കിടക മാസം ഈ ഭഗവതി സേവ അദ്ദേഹം രാത്രിയാണ് വന്ന് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനം ലളിതാസഹസ്രനാമത്തിൻ്റെ പാരായണമാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനും ഭാര്യയും ഒന്നിച്ചിരിക്കും, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റുമാരും. അപ്പോൾ അത് ശാക്തേയ കർമ്മം. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് ശാക്തേയ കർമ്മങ്ങൾക്ക് അല്ലെ ഭഗവതി സേവക്ക് സന്ധ്യക്കാണ്. അതിനുശേഷം രാത്രി അങ്ങോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ നവരാത്രി കാലത്തെ പൂജകളോ, ഈ ദശമി പൂജ മാത്രമേ കാലത്തുള്ളൂ. ബാക്കി എല്ലാ പൂജകളും രാത്രിയാണ്. നവരാത്രിയുടെ ഏറ്റവും പ്രധാനം അഷ്ടമി, നവരാത്രി, നവമി, ഈ 2 തിഥികളിൽ പൂജ നടക്കുന്നു. അത് എൻ്റെ പണ്ടെൻ്റെ സ്വന്തം തറവാട്ടിൽ എൻ്റെ അച്ഛൻ ചെയ്തത് 32 കൊല്ലക്കാലം ചെയ്തതും രാത്രിയാണ്. അച്ഛനല്ല, നമ്പൂതിരിമാരാണ് വന്ന് ചെയ്യുക. ഇങ്ങനെയുള്ള അനുഭവ പാശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും രാത്രിയാണ്. ഈ ആചാര്യനാണ് ഈ പറയുന്നത് വെളുപ്പകാലത്തിന് ചൊല്ലണം. വെളുപ്പിന് ചെയ്യുന്ന കർമ്മം ഗണപതി ഹോമമാണ് എന്ന് വെച്ചിട്ട് രാവിലെ പിന്നെ ലളിതാസഹസ്രനാമം ചൊല്ലിക്കൂടാന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവിടെ ആ സമയത്ത് മാത്രമേ ചൊല്ലാവൂ എന്ന് വലിയ കള്ളത്താടിയൊക്കെ വെച്ചിട്ട് പരമാചാര്യൻ്റെ ലുക്കൊക്കെ സ്വയം അണിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഈ മുഖമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പിന്നെ നമുക്ക് വിട്ടേക്കാം. അത് ഞാൻ പണ്ടേ പറയുന്നതാണല്ലോ. ഇത് ആരും പേടിച്ചു പോവും. അജാതി ലുക്കാണ്, എജ്ജാതി എന്നൊക്കെ പറയുന്നില്ല, അതേപോലത്തെ ലുക്കാണ്. എന്നെപ്പോലെ ഒന്നല്ല, ക്ലീൻ ഷേവ് ഒന്നല്ല, ഭയങ്കരമായ നരച്ച താടി ഇവിടം വരെ.
കണ്ടാൽ തന്നെ തൊഴുതു പോകും. ലുക്കേ ഉള്ളൂ. അതാണ് കാര്യം. അത് അത്തരക്കാരിയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ പരമാചാരനെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും അത്തരം ആൾക്കാർ. എന്താണ് തലയിൽ സമ്പാദിച്ച് വെച്ചതെന്നറിയില്ല. എന്നിട്ട് അതൊക്കെ മറ്റുള്ളവരുടെ ലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അതാണ് അത്തരം വ്യക്തികളുടെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകളുടെ വർത്തമാനം കേട്ടിട്ട് അയ്യോ, പലർക്കും സൗകര്യവും സന്ധ്യക്കാണ്. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് രാവിലെ മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് അയക്കണം. എങ്ങനെയെങ്കിലും വണ്ടിയിൽ ഓടിപ്പടിച്ച് ഒരു ടീച്ചറാണെങ്കിൽ സ്കൂളിലെത്തണം, ഓഫീസിലെത്തേണ്ടവരായിരിക്കും. ആ വ്യക്തിക്ക് എപ്പോഴാണ് രാവിലെ ഇത് ചൊല്ലാനുള്ള നേരം? അപ്പോൾ വൈകുന്നേരം ചൊല്ലുന്നതും കൂടി ഇയാളുടെ വർത്തമാനം കൊണ്ട് ഇല്ലാതായി പോവില്ലേ? അതാണ് ഞാനിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. അല്ല, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? പയ്യന്നൂര്. പറയൂ. കുറച്ച് വോളിയം കുറക്കൂ. ആ പറയൂ, ഡേറ്റ് പറയൂ. മോന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ? മോന്റെ കാര്യം. ആ പറയൂ, ഡേറ്റ് പറയൂ. 18/7/93. സമയം പറയൂ. വൈകുന്നേരം 8 മണി. എന്താണ് അവനെ കുറിച്ച് അറിയേണ്ട വിഷയം? മോന്റെ ജോലി, പിന്നെ കുട്ടികളുണ്ടാവും. ഇയാളുടെ ഇപ്പം നടക്കുന്നത് ശനിദശയാണ്. ശനി പക്ഷെ ഇയാൾക്ക് നല്ല ശനി തന്നെയാണ്, കുംഭത്തിൽ നിൽക്കുന്ന ശനിയാണ്. 2027 വരെ ഇപ്പം നടക്കുന്ന വ്യാഴാപഹാരം. എന്താണ് സന്താന വിഷയത്തിലാണോ നിങ്ങൾ ചോദിച്ചത്? അതൊക്കെ ഇവിടെ ഈ ജാതകത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഭാര്യയുടെ ജാതകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് കാണാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ വിഷയത്തിൽ സംസാരിക്കണമെങ്കിൽ 2 ജാതകവും ഒരുമിച്ച് നോക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ എൻ്റെ മുമ്പിൽ ഇല്ലാതെ കൊണ്ട് ആ വിഷയത്തിൽ ഏതായാലും ഇയാൾക്ക് സന്താനങ്ങളുടെ യോഗമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നല്ല പെൺകുട്ടികളുടെ യോഗമാണ് കാണുന്നത്. പിന്നെ ജോലി സംബന്ധമായിട്ടും ഇപ്പം തന്നെ നല്ല അവസ്ഥയിലാണ്. ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. ശനിയാണെങ്കിലും നല്ല ശനി ആയതുകൊണ്ട് ഇയാളെ ഈ ശനി കർമ്മ വിഷയത്തിലും മറ്റൊക്കെ ഉയർത്തി വിട്ടു എന്ന് തന്നെയാണ് ഞാൻ ഫലം പറയുന്നത്. ആളിപ്പോൾ എവിടെയാ ഉള്ളത്? ആ അവിടെ എഞ്ചിനീയറിംഗ് മേഖലയിലാണോ? അതെ. അവിടെ തന്നെ നല്ല ഭേദപ്പെട്ട അവസ്ഥയിലല്ലേ? അതെ, എന്നാലും നല്ല സാലറിയൊക്കെ വലിയ മോശമില്ലാണ്ട് കിട്ടും. നമുക്ക് അതല്ലേ വേണ്ടത്. ബാക്കി കോൺട്രാക്റ്റോ എന്തോ ആവട്ടെ, അതല്ലല്ലോ നമുക്ക് ഇതല്ലേ വേണ്ടത്. അത് 2ാം ഭാവാധിപനായ ശനി ആയതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിന് ദൈവം സഹായിച്ച് ഇയാൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ ഫലം പറയുന്നത്. ഇനി വരാനുള്ളത് ബുധൻ്റെ ദശയാണ്. ആ ബുധൻ്റെ ദശയിൽ വലിയ ഉയർച്ച, നിങ്ങളുടെ ഭാഗ്യാധിപതിയായ ബുധൻ്റെ ദശ നിങ്ങളുടെ മകനെ കുറേയും കൂടി ഉയരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഫലമുണ്ട്. പക്ഷെ ഇയാളുടെ ദാമ്പത്യത്തിൽ ചിലപ്പോൾ കല്ലുകടികൾ വന്നേക്കാനുള്ള സൂചനയൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഒരു മണം അടിക്കുന്നുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ? നിങ്ങൾക്ക് ആ മണം അടിച്ചിട്ടുണ്ടോ? അത് പറയൂ. ഉണ്ട്. അവൾ അവിടെ തന്നെയാണോ ഉള്ളത്? അപ്പോൾ ഇടക്കിടക്ക് ഉടക്കുന്നുണ്ട് അല്ലേ? ഇല്ല, അതല്ല ആദ്യം ഇതായിട്ട് പോയത്, എന്നിട്ട് 2ാമത് നല്ലതായത്.
ആ അതെയോ, അത് ശരി. ആ യോഗം പൂർത്തിയായിട്ടാണ് രണ്ടാമത് കഴിച്ചത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇനി ആ യോഗം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഒന്നങ്ങനെ അടിച്ചു പിരിഞ്ഞു അല്ലേ? എന്താ ചെയ്യുക, അത് തലയിലെഴുത്താണ്. അപ്പോൾ പിന്നെ അത് എന്തോ ആവട്ടെ, അത് പിന്നെ അതങ്ങനെ അങ്ങ് തീർന്ന് അത് ആ വിധി പൂർത്തിയായല്ലോ. ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള മര്യാദക്ക് മുമ്പോട്ട് പോകട്ടെ. അതിന് വേറെ ദൈവം സഹായിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും വരില്ല എന്ന് വിചാരിക്കും. ഈ ദോഷങ്ങൾ ഒന്നിലേ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപൂർവം ചിലർക്ക് മാത്രമേ അത് പിന്നെയും ആവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നിൽ തീർന്നെങ്കിൽ അത് അതിനോടുകൂടി തീർന്നു കാണാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനി നിങ്ങളുടെ മകന് കൂടുതൽ ഉയർച്ചയിലേക്ക് തന്നെ വരും. അത് ഈ പിന്നെ ഏതാണ്ട് ഒരു 35 വയസ്സോട് കൂടി കൂടുതൽ മെച്ചത്തിലേക്ക്, ചിലപ്പോൾ അത് രാജ്യം വിട്ടു പോകാനും അമിതമായ ഒരു സമ്പന്നതയിലേക്ക് വരാനൊക്കെ യോഗം കാണുന്നുണ്ട്. എല്ലാം ആ സന്താനങ്ങളുടെ വിഷയത്തിൽ പിന്നെ അത് അയാൾ അവളുടെ ജാതകം വെച്ച് നിങ്ങൾ എന്നെ പിന്നെ വിളിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞ കണ്ടില്ല. അപ്പോൾ ജാതകത്തിലെ യോഗങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് ഭരിക്കുന്നു എന്നുള്ളത്. ഇവിടെ 7ാം ഭാവാധിപൻ 6ൽ നിൽക്കുക, സൂര്യൻ 7ൽ നിൽക്കുക. അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത് അവരോട്. 7 സൂര്യൻ നിന്നാൽ തന്നെ 2 കല്യാണം. അപ്പോൾ ഞാൻ പിന്നെ ഭയപ്പെടുത്തി പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്, നിങ്ങളെ മകന് 2 കല്യാണം എന്ന് പറഞ്ഞാൽ ആ പാവ അമ്മ 32 വയസ്സുള്ള പേടിച്ചു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഭയപ്പെടുത്തി പറഞ്ഞതാ. ഒരു അടി കൂടുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് പറഞ്ഞത് ഇത് 2ാമത്തെ കല്യാണം എന്നാണ്. അല്ല ഇപ്പം ഡൈവേഴ്സ് ചായ കുടിക്കുന്ന പോലെയാണ്. നായനാർ പണ്ട് പറഞ്ഞതുപോലെ അമേരിക്കയിൽ സുപ്രസിദ്ധമായ ഡയലോഗ് ഉണ്ടല്ലോ നായനാരുടെ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ആയിപ്പോൾ ഇവിടുത്തെ ഡൈവേഴ്സിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഡൈവേഴ്സ് ഇപ്പം വല്ലാതെ വർദ്ധിച്ചു. ഈ 7ാം ഭാവാധിപൻ 6ൽ നിന്നാൽ ഭാര്യ ശത്രുവായി മാറുക എന്നുള്ള ഫലമാണ്. അല്ലെങ്കിൽ പങ്കാളി ശത്രുവാകുക, അതാണ്. അത് പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ പെണ്ണ്. അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അത് ഒരു ഭാഗത്ത് മാത്രമല്ല. അത് പെണ്ണിൻ്റെ ജാതകത്തിലും 7ാം ഭാവാധിപൻ 6ൽ എന്നാൽ ഭർത്താവ് ശത്രുവാകും. ആണിൻ്റെ ജാതകത്തിൽ എന്നാൽ ഭാര്യ ശത്രുവാകും. ഒരു കാരണവുമില്ലാണ്ട് അവർ തമ്മിൽ വലിയ രൂപത്തിൽ വഴക്ക് കൂടുകയും അകന്നകന്ന് പോവുകയും ചെയ്യും. എന്തോ ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതെ വരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അവിടെ പിന്നെ 7 സൂര്യനും കൂടി നിന്നപ്പോൾ ആരെ യോഗം പൂർത്തിയായി. അല്ലാതെ അവർ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. ഇങ്ങനെ 7ാം ഭാവത്തിന് 6ൽ നിന്നിട്ട് എത്രയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ദമ്പതികളെ എനിക്കറിയാം. അടി സ്ഥിരമാണ്. എന്നോട് എത്രയോ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട് അടി കൂടാതെ ഒറ്റ ദിവസവും ഇല്ല. പക്ഷേ പിന്നെ ഞങ്ങളങ്ങ് 2 പേരും അഡ്ജസ്റ്റ് ആക്കുന്നു. പക്ഷേ 7 സൂര്യൻ നിന്നാൽ അങ്ങനെയല്ല. സൂര്യൻ്റെ പണിയെടുക്കും. 2 കല്യാണം എന്നുള്ള യോഗം അത് പൂർത്തീകരിക്കും. അപ്പോൾ 2ആൾക്കും പിരിയാൻ തോന്നും. ആദ്യം വിട്ടു നിൽക്കുകയാണ് ചെയ്യുക, പിന്നെയാണ് പിരിയുക. ആദ്യം കുറച്ച് ദിവസം കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ സൗന്ദര്യപ്പണക്കം തുടങ്ങും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇത്തരം ദുഷ്ടയോഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. ജ്യോതിഷം സത്യമാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. നിത്യം ജപിക്കേണ്ട മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രജപത്തിൽ ചിലപ്പോൾ അതിനൊക്കെ ശമനവും വരും. അത് പലർക്കും അറിയില്ല. ഇത് പറയും അന്ധവിശ്വാസം പടർത്തിയാണെന്ന് പറയും. എന്ത് ചെയ്യാനാണ്? 28 കൊല്ലമായിട്ട് ഈ പണിയെടുത്തിട്ട് നമുക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ? ആ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ അതിൽ വേറെ കള്ളത്തരമൊന്നുമില്ല. എന്നെ കള്ളത്തരാണ്, അത് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്നവർ അവിടുന്ന് പറയട്ടെ. അവരെ ഇപ്പം നന്നാക്കാനൊന്നും ആവില്ലല്ലോ. അവർക്ക് അവരുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കണ്ണൂരിന്നാണേ. കണ്ണൂരിന്ന് എവിടെ? ചാല. ഓക്കെ പറയൂ. ചാലയല്ല, താണയാണേ. താണ. ഓക്കെ.
ഇത് 1970 ഡിസംബർ 23 ബുധനാഴ്ച പകല് 20:33 കണ്ണൂരിൽ തന്നെയല്ലേ ജനിച്ചത്? അതെ അതെ അതെ. അതായത് 3:01 PM. 1970 ഡിസംബർ 23. ഓക്കെ 3:01 PM നിങ്ങൾ ഈ പറഞ്ഞ 20:33 വരിക. ഓക്കെ, ശരി ശരി, ഓക്കെ. ഇതാരുടേതാണെന്ന് പറഞ്ഞോളൂ. അത് എന്റെ ഏച്ചീൻ്റെതാണേ. എന്റെ ഏച്ചീൻ്റെതാണ്. അവൾക്ക് ഇപ്പം ഒരു വീട് നോക്കട്ടെ അങ്ങനെ പറഞ്ഞാലോ. ഓക്കെ, ശരി ശരി. അപ്പോൾ ഇവിടെ ജാതകപ്രകാരം ഈ നിങ്ങളുടെ സഹോദരിക്ക് 55 വയസ്സായി. ഇപ്പം ഈ ശനി കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പം ബുധൻ്റെ ദശയാണ്. ശനിയിൽ ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞു, ആ ദോഷ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പല പ്രശ്നങ്ങൾ അവരുടെ ഹെൽത്ത് സംബന്ധമായിട്ട് അവർക്ക് വന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ബുധൻ്റെ ദശ തുടങ്ങിക്കഴിഞ്ഞു. ബുധൻ്റെ ദശയിൽ ഇപ്പോൾ സ്വാപഹാരമാണ്. അത് 26/12 വരെ സ്വാപഹാരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളം ഈ കേതുവിൻ്റെ അപഹാരമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉത്തമ സമയം 1.5 വർഷത്തിന് ശേഷമാണ്. അതിൻ്റെ ഇപ്പുറം കിട്ടിയാൽ ചെയ്യണ്ട എന്നൊന്നും പറയുന്നില്ല. അതായത് വീടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും, അത് ബുധൻ്റെ ദശ തുടങ്ങിയതുകൊണ്ട്, മഹാദശ ബുധൻ്റേതായതുകൊണ്ട് ഇത്രയും കാലം ഈ ശനി പലതരത്തിലുള്ള തടസ്സങ്ങൾ, നീചത്തിലുള്ള ശനിയല്ലേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ, അത് ഏതിലൊക്കെ വന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ദോഷങ്ങൾ മുഴുവൻ അവർ അനുഭവിച്ചിട്ട് അവരിപ്പം കുറച്ചൊരു ആശ്വാസത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭവനത്തിൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഒത്തു കിട്ടുമ്പോൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒറിജിനൽ ശരിയായ സമയം ഇനി 1.5 വർഷം കഴിഞ്ഞിട്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം. അത് ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഇപ്പം 5-8 കൊല്ലായി അവരൊരു വീടെടുക്കണം, ഒരു സ്ഥലം വാങ്ങണം, ഒന്നും ശരിയാവുന്നില്ല. 5-8 കൊല്ലായി ഇങ്ങനെ ഒന്നിക്കലും ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു എടുത്തു വെച്ച വീട്, അല്ലെങ്കിൽ ഒരു വീട് എടുക്കാൻ ഒന്നും ഒരു ഇതിലാവുന്നില്ല. എത്തി എന്ന് പറയാ പിന്നെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ഉള്ളേ. സഹോദരി, ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അവരുടെ ഏറ്റവും വൃത്തികെട്ട ശനി ആയിരുന്നു. അവർക്കത് 53 വയസ്സും 7 മാസം വരെ 2024 വരെ അവർക്ക് ശനിദശയായിരുന്നു. ഇവര് കിടപ്പിലായി പോകാതെ ഭാഗ്യമാണ്. വാദത്തിലൊക്കെ വീണു പോവും ഇങ്ങനെയുള്ള സമയത്ത്, അറിയോ നിങ്ങൾക്ക്? അത്തരത്തിലുള്ള ഇപ്പം കഴിഞ്ഞു പോയത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അത്രമാത്രം മോശപ്പെട്ട പീരീഡാണ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെ അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ദാരിദ്ര്യമില്ലാതെയും കിടപ്പിലാകാതെ ഇവർ ഇവിടം വരെ എത്തിയതാണ് ഭാഗ്യം. അങ്ങനത്തെ ഈ ലഗ്നത്തിൽ നീചശനി നിന്നാലുള്ള ഫലം ഭയങ്കരമാണ്. അവൻ അങ്ങനെ എന്താണ് പറയുക, എന്തോ ഒരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് എന്തോ ഒരു നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഒരു ദേവീൻ്റെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആ ദേവത എന്തോ നിങ്ങളെ കാത്തുരക്ഷിച്ചതാണ്. അങ്ങനെ അത്രമാത്രം മോശമുള്ള, അതായത് നിങ്ങൾ നല്ലൊരു അറിയപ്പെടുന്നൊരു കുടുംബമായിരിക്കും നിങ്ങളുടേത്. ആ കുടുംബത്തിൽ നല്ല ഒരു ശക്തിമത്തായ ഒരു ദേവിയുണ്ട്. ആ ദേവിയുടെ പ്രൊട്ടക്ഷനാണ് ഇവരെ കാത്തുരക്ഷിച്ചതെന്നാണ് ഞാൻ ബലം പറയുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശക്തിയും.
ആ കാര്യത്തിൽ നിങ്ങളെ കുടുംബക്കാർ പരിപാലിക്കുന്നതിലും മിടുക്കന്മാരാണ്. അതെ. ആ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ട്. ധർമ്മദൈവം പ്രസാദിച്ച് കിളിർപ്പൂ തറവാടുകൾ എന്തു ചെയ്തത് മുമ്പുള്ളോർ കണ്ടറിഞ്ഞത് ചെയ്യുക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പണ്ട് മുതലേ പാരമ്പര്യമായിട്ടുള്ള ആ കർമ്മത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതിൽ വളരെ ഔത്സുക്യത്തോടു കൂടി നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്തു. അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഏടത്തെയൊക്കെ ഇപ്പോൾ കിടപ്പിലാവാതെയൊക്കെ ഇങ്ങനെ ആയത്. വീട് കിട്ടാൻ ഇനി ഈ അടുത്ത് തന്നെ കിട്ടും. ഞാൻ ഈ പറഞ്ഞ പീരീഡിൽ ഉറപ്പായിരിക്കും. അതിൻ്റെ മുകളിൽ രണ്ടഭിപ്രായം വേണ്ട, ഞാൻ ഇന്ദുലാൽ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം പിന്നെ ചിന്തിക്കരുത്, അത് സംഭവിച്ചിരിക്കും. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, എങ്ങനെ പിന്നെ ഓരോ ഘട്ടങ്ങളിലും വ്യക്തികൾക്ക് വരുന്ന ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ശനിയൊക്കെ 19 കൊല്ലത്തെ ശനിയാണ് ഈ പാവം സ്ത്രീക്ക് കഴിഞ്ഞത്. 4ാം ദശ ശനി വരുന്നത് ഏറ്റവും, ആ ശനി നീചനാണെങ്കിൽ അവൻ ചെയ്യാത്ത പണിയൊന്നുമില്ലെന്നാണ് പറയുക. അതാണ് ഇപ്പോൾ അനുഭവിച്ചത് അവർ. 8 കൊല്ലമായിട്ട് കാശുണ്ട്. കാരണം ഇവിടെ ശശിമംഗള യോഗക്കാരിയാണ്. കാശിനെന്താണ് ആ സ്ത്രീക്ക് വിഷമം? എന്നിട്ട് അവർക്ക് വീട് കിട്ടിയോ? ഒരു സ്ഥലം മേടിക്കാൻ പറ്റിയോ? ശനി അവിടെ ബ്ലോക്കാക്കുന്നതുണ്ടോ? ഈ എൻ്റെ പരിപാടി 4 ആഴ്ച തുടർച്ചയായിട്ട് കണ്ടാൽ കാര്യം മനസ്സിലാവും ഈ ജ്യോതിഷത്തിൻ്റെ സത്യം. വെറുതെ അതിലൊന്നും കഴമ്പില്ല. ഇപ്പം ഭയങ്കരമല്ലേ ജ്യോതിഷത്തിനെതിരായിട്ടുള്ള പ്രചരണം. ആ കാണുന്നവനൊന്നും എൻ്റെ പരിപാടി 4 ആഴ്ച കണ്ടാൽ അവനെന്നും പറയാനുണ്ടാവില്ല. പിന്നെയും അന്ധമായിട്ട് എതിർക്കുന്ന ആളുകളോടൊന്നും പറയാനൊന്നുമില്ല. അവരവരുടെ എന്തോ ഇങ്ങനെ പിന്നെ എന്താണ് ദൈവീകതയെയും അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബ്ലൈൻഡായിട്ട് എതിർത്ത് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ പഴഞ്ചനായി പോകുമെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുണ്ടൊരു പ്രശ്നം. അത് ആർക്കും അറിയായിട്ടാണ്. ഇപ്പോൾ ഒരു സദസ്സിലൊക്കെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അതിനെ അനുകൂലിച്ച് പറഞ്ഞാൽ അയാൾ പഴഞ്ചനായി പോകുമെന്നുള്ള പേടിയാണ്. അതാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെ തരത്തിലാണ് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ജാതി അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വെയിറ്റ് കുറവാണ്. ചില ആളെ വിചാരം അങ്ങനെയാണ്. അയാളുടെ വിചാരം അയാളെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാനത് പറയാനാണ്. എന്നിട്ട് ഇയാൾ തന്നെ സ്വകാര്യത്തിൽ അങ്ങനെ എതിർത്തവനൊക്കെ എൻ്റെ അടുത്ത സ്വകാര്യത്തിൽ വന്നിട്ടുണ്ട്. തലയിൽ പണ്ടത്തെ കാലത്ത് കള്ള് ഷാപ്പിൽ പോകുന്ന പോലെ, കള്ള് ഷാപ്പിലും ബ്രാൻഡ് ഷാപ്പിലൊക്കെ അങ്ങനെ തലയിൽ തോർത്തുകൊണ്ട് ഇട്ടിട്ട് പോകുന്ന പരിപാടിയുണ്ട്. അതേപോലെ ഓടിക്കയറി വന്ന ആളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ ചോദിച്ചെന്ത് ഓടിക്കളിച്ച് വരുന്നു. ഇപ്പം അങ്ങനെ കയറ്റുന്നില്ല. ഇപ്പം ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് പെർമിഷൻ മേടിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയല്ല, ആർക്കും കയറി വരാം. അപ്പോൾ ഓടിക്കതിച്ച് വന്ന് പണ്ടൊരാൾ. ഞാൻ എന്താ ഈ ഓടിക്കതിച്ച് വരുന്നു? അതാരും കാണണ്ടെന്ന് വെച്ചിട്ടാണ്. ആരും കാണാതെ അറിഞ്ഞിട്ട് പോകണം. നിങ്ങൾ മെയിൻ ഹൈവേയിലായിപ്പോയല്ലോ, അതുകൊണ്ട് എന്നെ ആരും കണ്ട മോശം, അതുകൊണ്ട് ഞാൻ ഓടിക്കതിച്ച് വന്നതാണ്. ഓട്ടോറിക്ഷയിൽ ഒറ്റ ഓട്ടാ. അയാൾക്ക് സ്വന്തം കാറുണ്ട്, കാറൊന്നും അയാൾ എടുത്തില്ല. കാർ എടുക്കാതെ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഓടിക്കയറുക. കാറ് വീട്ടിൻ്റെ പുറത്ത് വെച്ചാൽ അതും കാണുമല്ലോ ആളുകൾ. എങ്ങനെയുണ്ട്? എന്നിട്ടോ ഏതാ തൊഴിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നു എന്നെ. അതാണ്. അപ്പോൾ എല്ലാം അറിയുകയും വേണം. ഇതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞ് നടക്കുകയും വേണം. ഇരട്ടത്താപ്പ് എന്ന് പറയും അതിന്. ഏറ്റവും വലിയ അപകടകാരികൾ അവരാണ്. ഒരു കാലത്തും ഗതി പിടിക്കാത്ത ടീമും അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും. മറ്റവനെ എതിർക്കുന്നവൻ അവൻ്റേതായ ഉറച്ച വിശ്വാസം കൊണ്ടാവും പോട്ടെ, അനുകൂലിക്കുന്നവൻ അങ്ങനെയും പോകട്ടെ. അത് ദൈവവിശ്വാസത്തിലും അങ്ങനെ ഉണ്ടാവും. നാസ്തികനും ആസ്തികനും
ഭൂമി ഉണ്ടായ കാലം മുതലേ ഇത് രണ്ട് വിഭാഗവും ഉണ്ട്. ഭൂമി ഉണ്ടായ കാലം ഏതാണെന്ന് നമുക്കറിയില്ല. ഏതായാലും 5,000-6,000 കൊല്ലം മുമ്പേ ചാർവാകൻ്റെ കാലം മുതൽ ഇങ്ങോട്ടേക്ക് ചാർവാകനും മഹർഷിയായിട്ട് അംഗീകാരം കിട്ടിയ ആളാണ് അദ്ദേഹം. നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എത്തീസ്റ്റും തീസ്റ്റും അതെന്നും ഉണ്ടായിരുന്നു. അതിന് ഒന്നും പറയാനില്ല. പക്ഷേ ഇത് രണ്ടുമല്ലാതെ, അതായത് എന്താണ്, മണ്ണുമല്ല ചാണകമല്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് നമ്മളെ മലയാളത്തിൽ. പശു ചാണകം ഇട്ട് കഴിഞ്ഞാൽ അത് ചാണകം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മണ്ണ് ആയിട്ട് മാറും. അത് പിന്നെ നോക്കുമ്പോൾ അത് മണ്ണുമല്ല ചാണകവുമല്ല, അങ്ങനെ ഒരവസ്ഥ വരും ആ ചാണകത്തിന്. പിന്നെ കഞ്ഞിയിൽ വെള്ളമൊഴിച്ചിട്ട് ഉള്ളൊരു പരിപാടിയുണ്ട്. രാത്രി കിടക്കാൻ നോക്കുമ്പോൾ സ്ത്രീകൾ ചോറിലും വെള്ളമൊഴിച്ച് വെക്കും, ആ ചോറ് കേടുവരാതിരിക്കാൻ. അതിൻ്റെ പേരാണ് ചൊറിഞ്ഞി എന്ന് പറയുക. ചോറുമല്ല കഞ്ഞിയല്ല, അതാണ് ചൊറിഞ്ഞി. അത്തരം വ്യക്തികൾ ഒരിക്കലും ഗതി പിടിക്കില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കണം. ഞാൻ അവിശ്വാസിയാണ്, പിന്നെ അതിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. ഞാൻ വിശ്വാസിയാണ്, ഞാൻ പൂജ ചെയ്യും, ഞാൻ വിളക്ക് കത്തിക്കും, എന്നെ പോലെ. ഓക്കെ, രണ്ട് കൂട്ടരും ഗതി പിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഒളിച്ചു കയറുന്നതാണ് രക്ഷപ്പെടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് അന്നൂര്. ഓക്കെ, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 1987 സർ. 1987. ഓക്കെ. വൈകുന്നേരം 6:15. പെണ്ണിന്റെ സർ. ഓക്കെ ഓക്കെ. മകളുടെ ആണ്. തൃക്കേട്ട നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? അതെ, അവര് കോവിഡിൽ വന്ന് കുറെ കയ്യിലില്ല, ജോലിയിലൊക്കെ കയ്യില്ല സർ. ഇപ്പൊ കുറെ സുഖിട്ടുണ്ട്. ജോലിയിൽ ചെറിയ ജോലിയുണ്ട്. ജോലിയിൽ എവിടെ? ദുബായിലോ? ദുബായില്. ഓക്കെ ഓക്കെ. ഇപ്പം കോവിഡായിട്ട് ഇതുവരെ തലവേദന എപ്പോഴും അങ്ങനത്തെ സുഖമുണ്ട് സാർ. ഓ ശരി ശരി. ഇവിടെ ഇപ്പം പുരോഗമനത്തിൻ്റെ സമയം തന്നെയായിട്ടാണ് കാണുന്നത്. ഇപ്പം തന്നെ അടുത്ത് തന്നെ ജോലിയിൽ ഉയർച്ച വരുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഭർത്താവ് അവിടെ തന്നെയല്ലേ ഉള്ളത്? ഇപ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഗുണമുണ്ടാവും. യാതൊരു സംശയവും ഉപയോഗിക്കണ്ട. ഈ ദശ കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 27-ലാണ് ഈ ദശ തീരുക, ശുക്രൻ. ശുക്രൻ കഴിഞ്ഞിട്ട് വരുന്ന സൂര്യനും വലിയ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവില്ല. എങ്ങനെ? അതെ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇല്ല, ഒന്നുമില്ല. എല്ലാം പുരോഗതിയിലേക്ക് വരും. വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം, അപ്പോൾ ഈ ആചാര്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് സന്ധ്യക്ക് തന്നെയാണ് ലളിതാസഹസ്രനാമം ജപിക്കേണ്ടത്. പിന്നെ ഗണപതി ഹോമം രാവിലെ ചെയ്യാം. പിന്നെ ത്രികാല പൂജയായിട്ട് വീട്ടിലൊക്കെ ചെയ്യുന്നതും, അതേപോലെ സുഹൃത ഹോമം മറ്റൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉച്ചക്കടക്കം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ത്രികാല പൂജ എന്ന് പറഞ്ഞാൽ തന്നെ 3 നേരമുള്ള, അത് വിഷ്ണുവിന് പ്രാധാന്യമുണ്ട് അവിടെ. അത് ഉച്ചപൂജക്ക് പ്രാധാന്യമുണ്ട്. ഓരോന്നിനും ഓരോരോ ഇതുണ്ട്. ഉദാഹരണം ഇപ്പം 1 മണിക്ക് മുമ്പേ ശ്രീസൂക്തം ജപിക്കണമെന്നാണ് എന്നോട് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്നവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. മരിച്ചുപോയ ഈ പുല്ലഞ്ചേരി വിഷ്ണു നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരു 5-8 മാസം മുമ്പേ അദ്ദേഹവും മരിച്ചു. അല്ല, അതിപ്പോൾ എത്ര വലിയ
ഉപാസകനായാലും തന്ത്രിയായാലും സമയത്തും പോവും. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് അദ്ദേഹത്തിനും 62 വയസ്സ്, 64 അത്രയേ ഉള്ളൂ വയസ്സ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു തന്നത് കുറേ കൊല്ലം മുമ്പേ. ഭാഗ്യസൂക്തം ജപിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇന്ദുലാൽ, പക്ഷെ ഉദയം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ജപിക്കണം. സൂര്യോദയം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പൂജ അല്ല, അതിൻ്റെ വിധി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പൂജയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓരോന്നിനോരോ വിധികളുണ്ട്. ആ വിധികൾ ഞാൻ അതിൻ്റെ പൂർണ്ണമായി പാലിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. നിങ്ങളീ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ 8-9 മണി 10 മണിയൊക്കെ ആവും. ആ സമയത്ത് ആണ് ഞാനെല്ലാം ജപിക്കുന്നത്. ഒന്നും മാറ്റി ഇത് മാത്രം എഴുന്നേറ്റ് രാവിലെ ജപിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അങ്ങനെ ആവാം, വിരോധമില്ല. പക്ഷേ അതിൻ്റെ ശരിയായ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൂടുതലാണെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അത് വളരെ ശരിയാണ്. അത് 7 സൂക്തങ്ങളാണ്, അത്രയേ ഉള്ളൂ. ഭാഗ്യസൂക്തം. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്ര എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടുപ്പാണ്. അപ്പോൾ അത് ആ സാധനം അത് എന്താ ഭാഗ്യസൂക്തം നിരന്തരമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് ചെയ്യിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ വിധിപ്രകാരം ചെയ്യുന്ന ഉത്തമനായ പുരോഹിതനാണെങ്കിൽ മാത്രമേ ഈ വഴിപാട് ചെയ്തവനും ഗുണം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ദൈവത്തിൻ്റെ പേരിലാണല്ലോ എല്ലാം തട്ടിപ്പോവും. അതുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ള പരിപാടിയാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് 10 ഓം ഗംഗണപതിയെ നമഃ എന്ന് പറഞ്ഞാൽ അതിനെങ്കിലും ഒരു ഫലം ഉണ്ടാവും, തടസ്സം മാറും. ഒരു കോൾ ഉണ്ട്. ഹലോ 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 സർ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, പറയൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 27 സെപ്റ്റംബർ 1997. സമയം വരുന്നത് പുലർച്ചെ 1:25. ആയില്യം നക്ഷത്രം. അതെ സാർ. അപ്പോൾ നിങ്ങളുടെ തന്നെയാണോ? അതെ, ഇത് തന്നെയാണ്. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഷിപ്പിലായിരുന്നു, ഇപ്പം വെക്കേഷനിലാണ്. പിന്നെ എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ തിരിച്ചു പോകേണ്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് ശരി. അല്ല, ആ ബുദ്ധിമുട്ട് താൽക്കാലികമാണോ അതോ? അത് അറിയാൻ വേണ്ടിട്ട് പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ മെഡിക്കൽ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യാഴം വളരെയേറെ പിഴച്ചു നിൽക്കുന്നൊരു ജാതകമാണിത്. 7ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് അഷ്ടമത്തിൽ നീചത്തിൽ നിൽക്കുന്ന വ്യാഴം. അപ്പോൾ സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ പിഴവ് കൊണ്ടാണ് ഇത്ര നല്ല ശുക്രദശ നടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും വരുന്നത്. അപ്പോൾ അതിന് ദൈവികമായിട്ട് തന്നെ മറികടക്കണം. അപ്പോൾ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് തീർക്കാം എന്താണെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പരാതി പറയാന്ന് പറഞ്ഞ് ഈ ശുക്രദശയിൽ അപ്പോൾ പരാതി പറയേണ്ടവനല്ല നിങ്ങൾ.
മാത്രമല്ല പെട്ടെന്ന് തുടക്കത്തിൽ തന്നെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഇപ്പം അതില്ലാതാവുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾ പ്രശ്നം പറഞ്ഞു, ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ വന്നേക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മറികടക്കാനുള്ള വിദ്യകളുണ്ട്. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് ഇതിലൊന്ന് വിളിക്കൂ, ഈ നമ്പർ. ഓക്കെ ഓക്കെ, ദൈവം രക്ഷിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഞാൻ പറയാൻ നോക്കിയത്, അതും ഒരു ചെറുപ്പക്കാരി ടി വിയിലിരുന്ന് ഇങ്ങനെ പറയുകയാണ്. അവളും മുഖം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. മുഖം ഞാൻ പണ്ട് ആദ്യം മുതലേ പറയുന്നുണ്ട്, മുഖം കാണിക്കാതെ പറയുന്നവരെ മൈൻഡാക്കേണ്ട കാര്യമില്ല, മുഖം കാണിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതിലാ സ്ത്രീ 6 നക്ഷത്രങ്ങൾ അവരുടെ കാര്യം വളരെ നീചന്മാരാണ്, അവർ വളരെ നികൃഷ്ടന്മാരാണ്, നന്ദിയില്ലാത്തവരാണെന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചത്, ഹരേ കൃഷ്ണ എന്നൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ. ഈ 6 നക്ഷത്രങ്ങൾ നീചന്മാരും ചതിയന്മാരുമാണെന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? ചിലപ്പോൾ അയാളുടെ, ഇപ്പോൾ എൻ്റെ ഭാര്യ അതിൽ പെട്ടയാന്ന് കൂട്ടുക, എനിക്ക് ജ്യോതിഷമൊന്നും അറിയില്ല എന്ന് വെക്കുക. അപ്പോൾ എൻ്റെ ഭാര്യ ഈ നീചത്തിയാണെന്ന് ഇവളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന എൻ്റെ നെഞ്ചെന്താവും? അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. എനിക്കിത് ജ്യോതിഷം പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട്, 27 നക്ഷത്രത്തിലും നീചന്മാരും ഉണ്ട് നല്ലവരും ഉണ്ട്. അതിലെന്താ സത്യം? അത് പരമാർത്ഥമല്ലേ? ഈ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുഴുവൻ ആൾക്കാരിലും 27 നക്ഷത്രക്കാരും ഉണ്ടാവുമല്ലോ. ഏറ്റവും വലിയ നമുക്കെന്താണ്, അങ്ങേ തലക്ക് നല്ലവരെ മനുഷ്യന്മാരുടെ പട്ടികയിലും 27 നക്ഷത്രക്കാരും ഉണ്ടാവില്ലേ? അപ്പറയുന്നതിൽ യാതൊരു കഴമ്പും ഇല്ലല്ലോ. അതൊരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു വർത്തമാനമല്ലേ? അപ്പോൾ ഈ 6 നക്ഷത്രക്കാരുടെ മാത്രം, ആ നക്ഷത്രക്കാരുടെ മാത്രമല്ല അവരുടെ പങ്കാളിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അയാളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് കൂട്ടിക്കോ, എടാ ഇവളെന്നെ ചതിക്കാൻ വേണ്ടിയോ എൻ്റെ അടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കില്ലേ? ഇപ്പോൾ ഇവള് വലിയ പണ്ഡിതയെ പോലെ ഇങ്ങനെ വെച്ച് കീറുകയാണ് അവൾ. ഭയങ്കരമായ അപകടമാണ് അവൾ ചെയ്യുന്നത്. അവൾ വലിയ ദൈവത്തിനെ കൊണ്ടൊക്കെ പറയും. എവിടുന്നാണ് ഇവക്ക് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം കിട്ടുന്നത്? ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. മൈസൂർ ബേസായിട്ട് കളിക്കുന്നതാ. കേരളത്തിലൊന്നും ചിലവാക്കാൻ പറ്റില്ല. മൈസൂരാകുമ്പോൾ എന്നിട്ടും നല്ല തെറി അടിയിൽ വരുന്നുണ്ട് കമൻറ്റിൽ ബോക്സിൽ നിറയെ. അവൾക്ക് ഇനി അവൾ അത്തരം പോസ്റ്റ് ഇടും തോന്നുന്നില്ല, കാരണം വയറ് നിറഞ്ഞു കാണും. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാൽ എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്താൽ എന്താണ് പാവപ്പെട്ട ആ 6 നക്ഷത്രക്കാരെ ഓർത്തിട്ട് എനിക്ക് തന്നെ സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു നിയമമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, 27 ഗോവിന്ദചാമിയെ പോലത്തെ ആളുണ്ടാവും, 27 മഹാത്മാഗാന്ധിയെ പോലത്തെ ആളുണ്ടാവും, 27 യൂദാസിനെ പോലത്തെ ആളുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന എന്താണ്, ചിലർ പിന്നെ എന്തായാലും സത്വരജോ തമോ ഗുണങ്ങൾ ഒരേ വ്യക്തിയിൽ തന്നെ ഇത് മാറിയും മറിഞ്ഞും ഉണ്ടാവുമെന്നും പറയുന്നു. പകൽ വളരെയേറെ നല്ല സ്വഭാവമുള്ള ആൾ സന്ധ്യയാകുമ്പോൾ സ്മോൾ അടിക്കുന്നത് തമോ ഗുണം വന്ന് പിടിച്ചു. അപ്പോൾ വെറുതെ വാരിയോടൊക്കെ ഒന്ന് പേടിപ്പിക്കുക, തമോ ഗുണമാണ്. പകൽ ഭയങ്കര പൊന്നേ മുത്തേ, രാത്രി 2 വീശിക്കഴിഞ്ഞാൽ നീ എവിടെയാടി, ഇന്ന് ഇത്ര വൈകിയതെന്തടി, ഇത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടിങ്ങ് വരും. പാവയേതോ ബസ് മിസ്സായിട്ടായിരിക്കും വൈകുന്നേരം വരാൻ താമസിച്ചത്. നിനക്കെന്താടി പണി? ഇത്ര ചോദ്യങ്ങൾ ഭാര്യയൊക്കെ എവിടുന്ന് വരും ദേഷ്യം? ഇത് 2 വീശിക്കഴിഞ്ഞാലാ, അല്ലെങ്കിൽ വായിൽ കോലിട്ട് നോക്കണം നാവുണ്ടോയെന്ന്. ഇറ്റാ മനുഷ്യന്മാരാ. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ വെള്ളോറേന്നാ വിളിക്കുന്നത്. വെള്ളറ. പറഞ്ഞോളൂ, ഡേറ്റ് പറ. അതെവിടെയാണ് സ്ഥലം? അത് ഞാൻ കേൾക്കാതെ പേരാണല്ലോ.
മാധവമംഗലം പയ്യന്നൂർ. മാധം വെള്ളറ. ഓക്കെ മാധവമംഗലം. ഓക്കെ പറഞ്ഞോളൂ. 19/1/79. 1979. ശരി, സമയം പറയൂ. രാവിലെ 4 മണി. ഉത്തര നക്ഷത്രം. ഓക്കെ. എന്താണ് ആരുടെ? ഭർത്താവിൻ്റെയാണ്. എന്താണ് ഭർത്താവിനെ കൊണ്ട് അറിയാൻ? ഇപ്പോഴത്തെ സമയം നല്ല സമയമാണല്ലോ. നല്ല സമയമല്ലേ? ആരോഗ്യപരമായിട്ട് അതെ. നിൽക്കണ്ടേ, വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടുവേദന, അത് ചെറിയ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ വലിയ ഭയങ്കരമായ അസുഖമൊന്നുമില്ലല്ലോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഈ 1.5 വർഷം കൊണ്ടാണോ സംഭവിച്ചിരിക്കുന്നത്? മുമ്പേ ഇങ്ങനെ വേദനയുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് ഇങ്ങനെ വേദനയൊക്കെ ആയ ആയുർവേദമൊക്കെ കാണിച്ച് മാറി കിട്ടി. ഇപ്പൊ അതേ സമയമാകുമ്പോഴത്തേക്ക് അതേ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഈ കണ്ടകശനിയുടെ ദോഷമാണ് 27 മാസം വരെ ഉണ്ട്. അല്ല, ഇപ്പോൾ ഉള്ള സൂര്യന്റെ അപഹാരവും ഒപ്പം കണ്ടകശനിയുടെ ദോഷവും രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള കുഴപ്പമുണ്ട്. അപ്പോൾ അത് 27 മാസം വരെ വരും. അസ്ഥി സംബന്ധമായിട്ടും മറ്റൊക്കെ ഉള്ള ഈ സൂര്യന്റെ സമയത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഈ വ്യാഴദശയിൽ സൂര്യന്റെ അപഹാരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉദയം ചെയ്തേക്കാം. പക്ഷേ ഉച്ചത്തിലുള്ള വ്യാഴമാണ്. ആ വ്യാഴം അപാരമായ ദൈവാനുഗ്രഹം പ്രദാനം ചെയ്യുന്ന വ്യാഴമാണ്. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ഭർത്താവ് ഒന്നും വലിയ കടുത്ത രൂപത്തിലേക്കൊന്നും ആയി പോവില്ല. അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റായ ഇതാണ്. അങ്ങനെ ചിന്തിക്കേണ്ടെന്ന് അയാളോടും പറയൂ. പിന്നെ MRI ഒക്കെ ചെയ്തപ്പോ 2 ഡോക്ടറെ കാണിച്ചപ്പോ ഓപ്പറേഷനാ പറഞ്ഞേ. അതുകൊണ്ട് ഏത് ഡിസ്കിനോ? ഡിസ്കിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഡിസ്കിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾ ആലോചിക്കാതെ ചെയ്യരുത്. ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ കാണിച്ചത്? നമ്മ പയ്യന്നൂര് ഒരു ഡോക്ടറെ കാണിച്ചു, ചെറുപുഴയും കാണിച്ചു. അത് MRI നിങ്ങളൊന്ന് ഹെഗ്ഡേയിൽ കാണിക്കൂ. എന്നിട്ട് മാത്രം അന്തിമ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നും പാടില്ല. നിങ്ങളിത് തമാശ കളിക്കേണ്ട സാധനമല്ലല്ലോ. ഡിസ്കിൻ്റെ പുറത്തൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് പറയുന്ന പോലെയാണോ? നിങ്ങളൊന്ന് മംഗലാപുരം ഹെഗ്ഡേയിൽ കാണിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. അങ്ങനെ എടുത്തിയാടല്ലേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം ഇത് അങ്ങനെ ഒരു അമിതമായ രൂപത്തിലേക്ക് വരില്ലെന്നാണ് എൻ്റെ സമയത്തിൻ്റെ ആനുകൂല്യം. ചിലപ്പോൾ ശനിദശയിൽ അത് 55 വയസ്സിന് മേലോട്ട് ചിലപ്പോൾ അത് എന്തെങ്കിലും അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വ്യാഴത്തിൻ്റെ ദശയിൽ രോഗം വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും കടുത്ത രൂപത്തിലേക്ക് മാറില്ല. നിങ്ങൾ ഹെഗ്ഡേ കാണിച്ചിട്ട് നിങ്ങളൊന്ന് തീരുമാനം എടുത്തോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ഇതിലൊന്നും ഞാൻ പിന്നെ എന്താണ് ആശുപത്രി ഡോക്ടർ ചെയ്യേണ്ട പണി ഡോക്ടർ ചെയ്യണം, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. അത് എനിക്ക് സമയത്തിൻ്റെ ആനുകൂല്യം പറയാനേ പറ്റുള്ളൂ. മറ്റേതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവരൊന്നും വലിയ രൂപത്തിലുള്ള ഈ അനുഭവ പരിജ്ഞാനമില്ലാതെ ഒരു ഓർത്തോ പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് ന്യൂറോ ചെയ്യുന്നതും ഈ വിഷയത്തിൽ ആയിരക്കണക്കിന് ആളുകളെ പരിശോധിച്ച ഒരു ഡോക്ടർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അവിടെയാണ് എക്സ്പീരിയൻസ് ഈസ് എ ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത്. അവിടെയാണ് അനുഭവത്തിൻ്റെ കുറവ് ഈ ചെറിയ ആശുപത്രിയിലെ ഡോക്ടർക്കുണ്ടാവും. അയാൾ പഠിച്ചത് മറ്റേ ഡോക്ടർ പഠിച്ചത് ഒന്നാണെങ്കിലും 100 കണക്കിന് രോഗികളെ നോക്കി പരിശോധിച്ചിട്ട് അതിൻ്റെ ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ MRIയുടെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം അളവിലുണ്ട്, ഇതിനെ മരുന്നിനെ കൊണ്ട് ഇതിനെ ലഘൂകരിക്കാൻ പറ്റുമോ എന്നൊക്കെ മറ്റേ ഡോക്ടർക്ക് മനസ്സിലാവും.
അതുകൊണ്ട് നിങ്ങൾ വിദഗ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. മംഗലാപുരം പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങളത് ചെയ്തോളൂ. നിങ്ങൾ അത് ഹെഗ്ഡെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അങ്ങോട്ടുള്ളതോ ഭാവിയൊന്നും വലിയ ദൈവാനുഗ്രഹം പൂർണ്ണമാണ്, ഭാവിയൊക്കെ ശോഭനമാണ്. അങ്ങനെ പെട്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഉറപ്പിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ സമയം നമുക്കിവിടെ തീരുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ശ്രദ്ധിക്കുക, വ്യാജന്മാർ പെരുകുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതുകൊണ്ട് അവർ വളരെയേറെ കരുതിയിരിക്കുക. അവരെ മനസ്സും അവർ കുത്തി കലക്കി കളയും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ആശുപത്രി മേഖലയിലും ഉണ്ട്. ഒരു എന്താണ് ഏറ്റവും വലിയ ആശുപത്രി ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അവർ നമ്മളെ നന്നാക്കാനല്ല, അവർക്ക് പിന്നെയും കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ള വിചാരം വേണം. എടുത്തുചാടി ഒന്നും തീരുമാനിക്കരുത്. അത് പറഞ്ഞെന്ന് മാത്രം. ഏതായാലും ഇന്നത്തെ ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും പരിഹാരം ചെയ്യേണ്ടവർക്കും എന്നെ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഓൺലൈനിൽ സേവനം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് അങ്ങനെയും സൗകര്യമുണ്ട്. ഏതിനും അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.